ഹലോ മക്കളെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു എക്സാമാണ് NMMS എന്ന് പറയുന്നത് അല്ലേ. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമാണ്. അപ്പം പലതരത്തിലുള്ള സ്കോളർഷിപ്പ് എക്സാമുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, പലതരത്തിലുള്ള സ്കോളർഷിപ്പ് എക്സാമുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഒരു NMMSനെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് തീർച്ചയായിട്ടും അതിൻ്റെ സ്കോളർഷിപ്പ് എമൗണ്ട് ആണ്. രണ്ടാമത്തതായിട്ട് അത് നിങ്ങളുടെ ഇനി തുടർ പഠനത്തിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം ഇത് 8ാം ക്ലാസ്സിലാണ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1ലും +2ലും ഒക്കെ ഈ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ +1 അഡ്മിഷനെ പോലും നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. സോ അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു എക്സാമാണ് നമ്മുടെ NMMS എക്സാം എന്ന് പറയുന്നത്. ഇതിലൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന് നമുക്ക് കൂടുതൽ ഭയങ്കര ഹയർ ലെവൽ ഓഫ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും സിലബസ്, പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഓക്കെ, അപ്പം നമ്മുടെ NMMSനെ കുറിച്ചാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങൾ NMMS എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്കോളർഷിപ്പ് നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് 8ലുള്ള മക്കൾക്കാണ്. ക്ലാസ് 8ലുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ ഒരു സ്കോളർഷിപ്പ് മെയിനായിട്ട് നമ്മുടെ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള കുട്ടികളെ, പക്ഷേ നല്ലപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നല്ലപോലെ പഠിക്കുന്ന മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ EWS സെക്ഷനിലുള്ളവർക്കാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, ആൻഡ് ഈ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 48,000 48,000 രൂപയാണ്. അത് പക്ഷേ എക്സാം ക്വാളിഫൈ ചെയ്ത് അപ്പം തന്നെ 48,000 രൂപ നിങ്ങൾക്ക് കിട്ടുകയല്ല ചെയ്യുക. അവിടെയാണ് നമ്മൾ ക്ലാസ് 9th മുതൽ 12th വരെ, ഇപ്പോൾ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ +1ൽ +2ലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓരോ വർഷവും 12,000 രൂപ വെച്ചായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഒരു സ്കൂൾ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 12,000 രൂപ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പഠനത്തിന് നിങ്ങൾക്ക് ഭയങ്കര സഹായിക്കും. കാരണം എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നു. നമുക്ക് വർഷത്തിലാണ് കിട്ടുക. വർഷത്തിൽ നമുക്ക് ഏകദേശം ഒരു 5,000 രൂപയൊക്കെ ആയിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എമൗണ്ടാണ്. ഈവൻ നമ്മളുടെ പഠിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു എമൗണ്ട് നമ്മുടെ പാരൻസിനൊക്കെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 12,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഹ്യൂജ് എമൗണ്ടാണ്, അതും ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ. ഓക്കെ, സോ അത്രയും രൂപയുടെ ഒരു സ്കോളർഷിപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതുന്നതിലൂടെ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നാമതായിട്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള മക്കൾക്കാണ്. രണ്ടാമത്തതായിട്ട് ക്ലാസ് 8 സ്റ്റുഡൻസ് ആയിരിക്കണം, അവരാണിത് എഴുതുക. പിന്നെ നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലോ ആയിരിക്കണം. പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഇത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ നമ്മുടെ ആനുവൽ ഇൻകം, ഫാമിലീൻ്റെ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ <3.5 lakhs, വാർഷിക വരുമാനം 3.5 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. കാരണം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇത് എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മക്കളെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായമാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് 7ൽ, അപ്പോൾ നമ്മൾ ക്ലാസ് 7ഉം 8ഉം ഒക്കെ നല്ലപോലെ പഠിക്കണം എന്ന് പറയുന്നതിൽ ഇതിനും ഒരു ഫാക്ടർ ഉണ്ട്. നമ്മൾ 7ാം ക്ലാസ്സിൽ നമുക്ക് 55% മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം. അതുതന്നെ SC/ST സെക്ഷനിലുള്ളവർ മക്കളാണെന്നുണ്ടെങ്കിൽ 50% മതി, 55 വേണ്ട, 50% മതി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ സിലബസ് എന്താണ്? ഇപ്പം മിസ് നേരത്തെ പറഞ്ഞു, നമ്മളുടെ ക്ലാസ് 7ൻ്റെയും 8ൻ്റെയും സിലബസ് ആണ്. നിങ്ങൾക്ക് 2 പേപ്പറാണ്, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റും ഉണ്ട്. ഈ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലാണ് നിങ്ങൾക്ക് എന്തൊക്കെ വരുന്നത്? നമ്മുടെ ബേസിക് സയൻസ് വരുന്നുണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ സയൻസ് വരുന്നുണ്ടാകും, പിന്നെ നിങ്ങൾക്ക് മാത്സ് വരുന്നുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സാറ്റിൽ വരിക. പിന്നെ മാറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ PSC ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടോ ട്രോൾസിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ അമ്മാവൻ്റെ മകൻ്റെ മകൾ ഇവരാണെങ്കിൽ ഇവർക്ക് ആരായിട്ട് വരും, അങ്ങനത്തെ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉണ്ടാവാം. പിന്നെ കുറച്ച് ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരു എന്താ പറയുക, ഒന്നെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ എക്സാമിനറിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നുണ്ടാകും. സോ അങ്ങനെ ഒരു ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ ഇതിൽ പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ ടോട്ടൽ നിങ്ങളുടെ മാർക്സ് വരുന്നത് 180 ആണ്. സാറ്റിലും 90, നാറ്റിലും നമ്മുടെ മാറ്റിലും 90, 90 ടോട്ടൽ 180 ആണ് വരുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ പേടിക്കാതെ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം,
എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. നമുക്കിങ്ങനെ നെഗറ്റീവ് മാർക്സ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അയ്യോ ഇതെഴുതി തെറ്റിപ്പോയോ മാർക്ക് കുറയോ അങ്ങനെയൊക്കെ ടെൻഷൻ ഇതൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങളുടെ 7ാം ക്ലാസ്സിൻ്റെയും 8ാം ക്ലാസ്സിൻ്റെയും സിലബസ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് എക്സ്പെക്റ്റഡ് ഡേറ്റ്സ് ആണ്, ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ എക്സാം വരുന്നത് ഏകദേശം ഡിസംബർ, നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാം ഇല്ലേ മക്കളെ. അപ്പോൾ സാധാരണ നമ്മുടെ കംപ്ലീറ്റ് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴായിരിക്കും, മാർച്ച് നമ്മുടെ പബ്ലിക് എക്സാമിനോട് അടുത്തായിരിക്കും അല്ലേ. പക്ഷേ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ, NMMS എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 8ാം ക്ലാസ്സിൻ്റെ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസംബറിന് മുന്നോടിയായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നാമത് 7ാം ക്ലാസ്സിൻ്റെ സിലബസ് നിങ്ങൾക്ക് അറിയാം, പിന്നെ 8ാം ക്ലാസ് കുറച്ചുകൂടി നേരത്തെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ കുട്ടികൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാം വിന്നറിൻ്റെ ശക്തി ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അങ്ങനെ ശക്തി ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ സിലബസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതും നേരത്തെ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മുടെ റെക്കോർഡഡ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ കണ്ടു തുടങ്ങി പഠിച്ച് ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, NMMSനൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഇനി നിങ്ങൾ 7ാം ക്ലാസ്സിലുള്ള മക്കളാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും അടിപൊളിയായിട്ട് പഠിക്കണം. കാരണം 7ാം ക്ലാസ്സിൻ്റെയും 8ാം ക്ലാസ്സിൻ്റെയും സിലബസ് നമുക്ക് എന്താണ്, നമ്മുടെ എക്സാമിന് ആവശ്യമാണ് അല്ലേ. അപ്പോൾ 7ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൃഷ്ടി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അങ്ങനെ 7ാം ക്ലാസ് പഠിച്ച് അടുത്ത വർഷം 8ാം ക്ലാസ് ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ NMMS എക്സാം അടിപൊളിയായിട്ട് എഴുതാം. അപ്പോൾ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴേക്ക് കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം.